ഐ ലീഗിൽ ആദ്യ ഹോം മത്സരത്തിന് ഗോകുലം കേരള FC ഇന്ന് ഇറങ്ങുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഐസോൾ FC ആണ് എതിരാളികൾ. അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. എന്തായാലും ഹോം പ്ലേ ആണെന്ന്. അതെ, ആദ്യ മത്സരത്തിന് ഹോം മത്സരത്തിന് ഇറങ്ങുകയാണ് നമ്മുടെ ഗോകുലം കേരള FC. കേരളത്തിൻ്റെ സ്വന്തം, കേരളത്തിൽ നിന്ന് ഐ ലീഗിൽ കളിക്കുന്ന ഒരേ ഒരു ക്ലബ്ബായിട്ടുള്ള ഗോകുലം കേരള FC ജയത്തോടുകൂടി സ്വന്തം കാണികൾക്ക് ഒരു വലിയ വിജയം നൽകാനാകുമെന്ന് തന്നെയാണ് ഗോകുലം കേരള FC പ്രതീക്ഷിക്കുന്നത്. സീസണിൽ ഉജ്ജ്വല തുടക്കമാണ് ഗോകുലത്തിന് ലഭിച്ചത്. ആദ്യ മത്സരത്തിൽ ശ്രീനിധി ഡെക്കാനെ ഒരു ആവേശപ്പോരിൽ 3-2 തോൽപ്പിച്ചു. തൊട്ടു പിന്നാലെ റിയൽ കശ്മീരിനെതിരെ ഒരു സമനില പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ തോൽവി അറിയാതെയാണ് സ്വന്തം കാണികൾക്ക് മുന്നിലേക്ക് ഗോകുലം വരുന്നത്. ഇന്ന് എന്തായാലും ഹോം ഗ്രൗണ്ടിലെ ആദ്യ ജയം സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിലാണ് മുൻ ചാമ്പ്യന്മാരായ ഗോകുലം കേരള ഉള്ളത്. അവരുടെ കരുത്ത് ഇപ്പോൾ നമ്മൾ കണ്ട VP സുഹൈർ, മലയാളി താരം, ISL ഒക്കെ തന്നെ കളിച്ച് അതിൻ്റെ വലിയ പരിചയ സമ്പത്തുമായാണ് VP സുഹൈർ വരുന്നത്. ഒപ്പം തന്നെ ഉറുഗ്വേ താരം മാർട്ടി ഷാവേസും കൂടി ചേരുമ്പോൾ നമുക്ക് ഇന്നും വലിയ രീതിയിൽ ഗോൾ മഴയൊക്കെ തന്നെ സ്വന്തം കാണികൾക്ക് മുന്നിൽ കാണാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഗോളുകളൊക്കെ വഴങ്ങിയിരുന്നു. അതിനകത്തൊക്കെ ഒരു മാറ്റം വരുമെന്നും ഇന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആവേശം അലതല്ലും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നമ്മുടെ കാണികൾ അത്തരത്തിലുള്ള ഒരു ആവേശം, നമ്മുടെ പിന്തുണ ഇത്തരം കാണികൾക്ക് നമ്മുടെ ടീമിന് നൽകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ മത്സരമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ജയിക്കുന്നതോടൊപ്പം തന്നെ ഈ സീസണിൽ മൊത്തം ആ പ്രകടനം ആവർത്തിച്ചുകൊണ്ട് വീണ്ടും മൂന്നാം ഐ ലീഗ് കിരീടം നേടണം, ഒപ്പം തന്നെ ISLലേക്ക് പ്രൊമോഷൻ നേടണം. ഇതൊക്കെ തന്നെയാണ് ഗോകുലത്തിൻ്റെ മനസ്സിലുള്ളത്. എന്തായാലും വലിയ മത്സരം കാഴ്ചവെക്കട്ടെ, നല്ല കളി പുറത്തെടുക്കട്ടെ, വലിയ സ്കോറിൽ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഗാലറി ടിക്കറ്റുകളിലുള്ള ഒരു വിന്യാസമാണ്. അതായത് വനിതകൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് പ്രവേശനം അനുവദിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റു കാറ്റഗറിയിലുമൊക്കെ തന്നെ വളരെ ചുരുങ്ങിയ നിരക്ക് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാണികൾക്ക് സ്റ്റേഡിയത്തിലേക്ക് വരാനും നേരിട്ട് കളി കാണാനുള്ള അവസരം കൂടി ഗോകുലം കേരള ഒരുക്കുന്നുണ്ട് എന്നതുകൂടി അറിയിക്കാനുണ്ട്. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.